അള്ളാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അള്ളാനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ഇന്ന് ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാണ്. ഈ സമുദായത്തിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നു. എന്നാ പടച്ചവനെ ഇന്ന് വല്ലാതെ 25% ആത്മഹത്യ വർദ്ധിച്ചിരിക്കുകയാണ്. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ചാകുകയാണ്. മൊബൈൽ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ, സൈക്കിൾ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ, ഒന്ന് വഴക്കു പറഞ്ഞാൽ എല്ലാവരും ജീവിതം അവസാനിപ്പിക്കുകയാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട യുവതവേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരിക്കലും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കാത്തവർ, ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കാത്ത 3 വിഭാഗത്തിന് നബിതങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഒരു കാലത്തും അവര് സ്വർഗ്ഗത്തിൽ കടക്കൂല. അവർക്ക് സ്വർഗ്ഗം ഹറാമാണ്. അവർക്ക് സ്വർഗ്ഗം ഹറാമാണ്. ആർക്കാണ് സ്വർഗ്ഗം ഹറാമെന്നറിയോ? അല്ലാഹു കൊടുത്ത ജീവിതം സ്വന്തമായിട്ട് അവസാനിപ്പിക്കുന്നവരുണ്ടല്ലോ, ആത്മഹത്യ ചെയ്യുന്നവരുണ്ടല്ലോ, അവർ ഒരു കാലത്തിൽ സ്വർഗ്ഗത്തിൽ കടക്കൂല. അവർക്ക് സ്വർഗ്ഗം ഹറാമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവർക്ക് സ്വർഗ്ഗം ഹറാമാ. ഒരിക്കൽ ഒരു സ്വഹാബി വാളുപോലെയുള്ള ഒരു ആയുധം കൊണ്ട് ആത്മഹത്യ ചെയ്തു. വാള് പോലെയുള്ള ഒരു ആയുധം കൊണ്ട് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്തു. മയ്യത്ത് കൊണ്ടുവച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചു കൊള്ളുക. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ. കാരണം എന്തേ? നിസ്കരിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ വിചാരിക്കും ഇവിടത്തെ തീരാൻ വേണ്ടി മരണം കൊണ്ട് തീരല്ല, മരണം കൊണ്ട് തുടങ്ങുക ചെയ്യാ. എന്തുകൊണ്ട്? അല്ല ആരാണെന്നറിയില്ല. മഹാനായ യൂസുഫ് നബി അലിഖിസ്സലാമിന്റെ ചരിത്രം നോക്കിക്കേ. യാക്കൂബ് നബി അലിഖിസ്സലാം എന്ന് പറയുന്ന പ്രവാചകനാണ് യൂസുഫ് നബിയെ വളർത്തുന്നത്. ഈ യൂസുഫ് എന്ന് പറയുന്ന ചെറിയ കുട്ടിയെ കൂടപ്പറപ്പുകൾ എല്ലാവരും കൂടെ കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് കൊല്ലാൻ നോക്കി. യൂസുഫ് നബി അലിഖിസ്സലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ചെറിയ കുട്ടിയായ യൂസുഫ് നബി അലിഖിസ്സലാം നബി പോലും ആയിട്ടില്ല. ആ യൂസുഫ് എന്ന് പറയുന്ന പയ്യൻ ആ പൊട്ടക്കിണറ്റിലേക്ക് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞ് വീഴുന്നുകൊണ്ടിരിക്കുമ്പോ ആ യൂസുഫ് എന്ന് പറയുന്ന കുട്ടി വിളിച്ചു, അള്ളാഹുവിനെ വിളിക്കുന്നു, പടച്ചോനെ, അള്ളാഹുവെ നീ എന്നെ സഹായിക്കണേ, അള്ളാഹുവേ പടച്ചവനെ, നീ അല്ലാതെ എനിക്ക് ആരുമില്ല, നീ എന്നെ കൈവിടല്ലേ പടച്ചവനെ. മഹാനായ യൂസുഫ് എന്ന് പറയുന്ന ആ ചെറിയ കുട്ടി ആ പൊട്ടക്കിണറ്റിലേക്ക് വീഴുന്ന സമയം ഒരൊറ്റ വിളി, അല്ലാഹുമ്മ ജഅൽനാ. അവിടെ